സുഹൃത്തുക്കളെ, ചട്ടിപ്പറമ്പ് ഗോട്ട് മാർക്കറ്റിലാണുള്ളത് ഈ 4 ആടുകൾ പോയിട്ടുള്ളത്. അതേപോലെ ഈ 5 ആടുകൾ ഒരുമിച്ച് പോയിട്ടുള്ളത്. വില ലാസ്റ്റ് പറയുന്നതായിരിക്കും. ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണുക. നല്ല കൊറ്റന്മാർ ഈ ആഴ്ച നല്ല അധികം കൂടുതലുണ്ട്. എല്ലാ ആഴ്ചേനേക്കാളും കൂടുതലുണ്ട്. നല്ല വെറൈറ്റി കൊറ്റന്മാര്. നിങ്ങൾക്ക് ആടിലേക്ക് ആട് വളർത്തുന്ന മേഖലയിലേക്ക് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചട്ടിപ്പറമ്പ് മാർക്കറ്റിൽ വന്നിട്ട് ചെറിയ വിലക്ക് കിട്ടും. ഈ ചെറിയ വിലക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 4 മാസം ചനലുള്ള ഒരു ആടിനെ എടുത്തു കഴിഞ്ഞാൽ 4-5 മാസം നോക്കി കഴിഞ്ഞാൽ ആ ഒരു 4-5 മാസത്തെ ഒരു വളർത്തുന്ന ഗ്യാപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടായി ആ കുട്ടികളെ വിൽക്കല് അങ്ങനെ ഒരു റൗണ്ട് ചെയ്തിട്ട് ഒരു ലാഭത്തിന്റെ ലെവൽക്കാണ് ഈ ആട് വളർത്തൽ ഇപ്പോൾ വരുന്നത്. അത്യാവശ്യം വില കിട്ടുന്നുണ്ട്. 10 രൂപ 12 രൂപ റേഞ്ചിലാണ് അധികം വിറ്റ് പോണത്. ഒരു അധികം വിറ്റ് പോണത് ആ ഒരു വിലക്കാണ്. 9 റുപ്യ 10 റുപ്യ 11 റുപ്യ ആ ലെവൽക്കാണൊക്കെ വിറ്റ് പോണത്. ഒരു 4-5 മാസം 4 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാല് ഒരു പ്രസവത്തിൽ 3-4 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാല് അവരെ വെക്കുമ്പോൾ ആ ഒരു വില പിന്നെ ബാക്കിയാവണ നമ്മൾ കൊടുത്തിട്ടുള്ള തള്ള അവിടെ വഴിഞ്ഞ് ബാക്കിയാവും. പിന്നെ അതിന് ചനണ്ടായ പ്രസവിച്ച നല്ല കൊറ്റന്മാരുണ്ട്. നല്ല ഇതൊക്കെ നല്ല അടിപൊളി. അപ്പൊ പറഞ്ഞു വന്നത് വളർത്തുന്നത് ആട് കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാല് നഷ്ടമില്ലാത്ത ഒരു മേഖലയാണ്. ചെറിയ കുട്ടികൾക്ക് തന്നെ നല്ല വില ഉണ്ട്. ഇപ്പൊ ഇതില് ഇനി വരാണ്ട് കാണിച്ചു തരാം. ഒരു ചെറിയൊരു കുട്ടികൾക്ക് തന്നെ 2000 റുപ്യ 2500 റുപ്യ ചോദിക്കുന്നുണ്ട്. അതിന് 2000 റുപ്യ 1500 റുപ്യ ലെവലിലാണ് ചെറിയ കുട്ടികൾ തന്നെ വിറ്റ് പോണത്. ഇപ്പൊ ഈ ചെറിയൊരു കുട്ടിയില്ലേ ഇതിനൊക്കെ 2000 റുപ്യാണ് ലാസ്റ്റ് ചോദിക്കണ വില. കൊറ്റന്മാര് നല്ല നല്ല കൊറ്റന്മാര് ഈ ആഴ്ച ഉണ്ട്, ചന്തയിലുണ്ട്. ഈ ഒരു മേഖലയിലേക്ക് പോത്ത് വളർത്തല് പോലത്തെ അതിനേക്കാളും ലാഭം ആട് വളർത്തലാണെന്നുള്ളതാണ്. നമ്മളെ അടുത്തുള്ള വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു വർഷത്തേക്ക് 1 ലക്ഷത്തിനൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അവരൊക്കെ വീഡിയോ നമുക്ക് ചെയ്യണ്ട്. അപ്പോൾ ആട് വളർത്തലാകുമ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു 4-5 മാസം നമ്മൾ വളർത്തുന്ന ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ 4 ആടുകളെ ഇദ്ദേഹം വാങ്ങിയിട്ടുള്ളതാണ്. ഈ ആടുന്നാണ് വാങ്ങിയിട്ടുള്ളത്. 13,500 പറഞ്ഞത്. 13,500 പറഞ്ഞ് ലാസ്റ്റ് പോയിട്ടുള്ളത് 11,300. 11,750 ഓരോ ആടിനും വെച്ച് പോയിട്ടുള്ളത്. 47,000 റുപ്യയില്ലേ ഈ ആൾട്ടോ ഇദ്ദേഹം വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾ പറയും, ഇത് കണ്ടിട്ട് പറയും ആട് വളർത്തുന്ന മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽക്ക് പെട്ടെന്ന് വളരൂലേ. ഒരു 4-5 മാസം ഒരു ചെറിയ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് വളരാൻ കണ്ടിട്ടുള്ള 13,500 ചോദിച്ചിട്ടുള്ളത്. അറിയാലോ, 13,500 ചോദിച്ചത് 11,300 പോയിട്ടുള്ളത്. രാവിലെ ഒരു 7 മണിക്ക് മുതൽ ചന്ത സജീവമായിരുന്നു. ഒരു 10-10 ആയപ്പോഴത്തേന് ഈ ഭാഗത്തുള്ള ആടുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നല്ല കുറ്റന്മാരുണ്ട്. ഈ ചെറിയ കുട്ടിക്ക് 2000 റുപ്യ പറഞ്ഞിട്ടില്ല. ഇവിടെ ചെറിയൊരു കുട്ടിയില്ലേ, എന്നിട്ട് ആളെടുത്തിട്ടില്ല, വേറെ ആളെ ചോദിച്ചു അങ്ങനെ ഉടങ്ങി. 5 ആടുകളെ വിറ്റ് പോയിട്ടുള്ളത്. 14-15 ചോദിച്ചു ഓരോന്നിന്. അവസാനം വിറ്റ് പോയിട്ടുള്ളത് 12-നാണ് 5 എണ്ണം. 60,000 രൂപക്ക് 62,000 ചില്ലറ എന്തോ വേറെയും കൊടുത്തിട്ടുണ്ട്. 62,000 റുപ്യക്കാണ് പോയിട്ടുള്ളത്. അപ്പോ പോത്ത് വളർത്തൽ ലാഭമാണോ നഷ്ടമാണോ കമന്റ് അടിക്കുക. ഈ പോത്തിനെ വളർത്തുന്നതിനേക്കാളും കൂടുതൽ ആട് മേഖലയിലേക്കാണ് ഇപ്പൊ കൂടുതൽ പേര് വരുന്നത്. ആട് വളർത്തി പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൽ കമന്റ് അടിക്കുക. മറ്റുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. ഉപകാരപ്രദമായിട്ട്